CPM-ലെ വിഭാഗീയ വാർത്തകൾക്ക് പിന്നാലെ വരുന്നത് സമസ്തയിലെ പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള വാർത്തയാണ്. കാരണം സമസ്തയിലെ ചേരിപ്പോര് പൊട്ടിത്തെറിയിലേക്ക് കടന്നിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുമാണ്. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് ഇനിയുമായിട്ടില്ല. സമസ്ത പിളരുമോ എന്ന ആശങ്കയിലാണ് പ്രവർത്തകരുമുള്ളത്. മുസ്ലിം ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിൽ നാളുകളായി തുടരുന്ന തർക്കമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാവുന്നതും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത മുഷവറ ഒരു യോഗത്തിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ചോദിക്കാനുള്ളത് ഇത്രമാത്രം, സമസ്ത പിളരുമോ? ഇന്നലെ കോഴിക്കോട് നടന്ന മുഷവറ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു രീതിയിലുള്ള ഭിന്നത ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചതൊക്കെ തന്നെയും വലിയൊരു പ്രശ്നമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരായ ഉമർ ഫൈസിയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഉമർ ഫൈസിയുടെ നിങ്ങൾ കള്ളന്മാർ എന്നൊരു പരാമർശം ഉണ്ടായത്. ഈ പരാമർശത്തെ ചൊല്ലിയാണ് ഇന്നലെ വലിയൊരു രീതിയിലുള്ള ഭിന്നത രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി ഉമർ ഫൈസിയുടെ അല്പസമയം യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ ജിക്രി തങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ തർക്കത്തിന് കാരണമായത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തുടർന്ന് ഇതിനൊക്കെ ശേഷം ഈ നേതൃത്വം ഒരു വിശദീകരണമായി ഒരു പ്രസ് റിലീസ് ഇറക്കുകയുണ്ടായി. കാരണം അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിമർശനവും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ യോഗത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ തന്നെയും കരുതിക്കൂട്ടി പ്രചരിപ്പിക്കുന്ന നുണപ്രചാരണങ്ങളാണ് എന്നൊരു തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ഉമർ ഫൈസി വ്യക്തമാക്കി എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഉമർ ഫൈസിയുടെ പരാമർശത്തെയൊക്കെ തന്നെയും സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ വിമർശനത്തിൽ തന്നെയാണ് കാണുന്നത്. ഈ പരാമർശത്തോടെ യോഗ നടപടികൾ ബഹിഷ്കരിച്ച് ജിഫ്രി മുത്തക്കോയ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ കാണുകയുണ്ടായി. ഈ ഉമർ ഫൈസി മുത്തത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന ലീഗ് അനുകൂല നേതാവായ ബഹാവുദ്ദീൻ നദ്വിയുടെ നേതൃത്വത്തിലുള്ള ആവശ്യമൊക്കെ ഉയർന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സമസ്തയിൽ തന്നെ വലിയ ഭിന്നാഭിപ്രായം ഉയർന്ന സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലത്തെ മുഷവറ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കുകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ വഖഫ് വിഷയത്തിലൊക്കെ തന്നെയും പരസ്യ പ്രതികരണം പാടില്ല എന്ന തരത്തിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ചത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിവാദം ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ രണ്ടു വിഭാഗമായി അവർ ഇതിനെ കണക്കാക്കിയിരുന്നു. എന്തായാലും സംസ്ഥയിലെ മുഷവറ യോഗത്തിൽ വലിയ ഒരു വഴക്ക് തന്നെയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് വലിയൊരു രീതിയിലുള്ള വിശദീകരണം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗവും കോഴിക്കോട് ചേരുന്നുണ്ട്. പല വിഷയത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനു, ശരി.